നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ നിർണായകമായ ചില മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള ആശങ്ക. തീർച്ചയായിട്ടും പത്മകുമാറിന്റെ അറസ്റ്റിന് ഇവിടെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കാരണം CPMന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പല മേഖലകളും പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടി ഈ ഒരു കേസിൽ അറസ്റ്റിലാകുമ്പോൾ അത് CPMനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പത്മകുമാറിന്റെ മൊഴി പുറത്തു വന്നത് എന്താണെന്ന് നോക്കാം. ഉദ്യോഗസ്ഥരെയും വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴിയാണ് പത്മകുമാറിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ തന്ന രേഖ പ്രകാരമാണ് താൻ നടപടിയെടുത്തതെന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പത്മകുമാറിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് കൊണ്ടുപോയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിശബ്ദനായിരുന്നു അദ്ദേഹം. പത്മകുമാർ ദൈവത്തെ പോലെ കണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയാണ് ബോർഡിന് കൈമാറിയതെന്ന് പത്മകുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമാണ്. ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് കൈമാറിയത്. സർക്കാർ അനുമതിയോടെ എന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിലായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റ്. സ്വർണ്ണക്കൊള്ളയിലെ 6ാമത്തെ അറസ്റ്റായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നു. അതായത് ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹം സാവകാശം എടുത്തിരുന്നു. പക്ഷേ ഇനിയും സമയം അനുവദിക്കാനാകില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത്. ചോദ്യം ചെയ്യലിന് എത്തിയാൽ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്തായാലും ചോദ്യം ചെയ്യലിനെത്തി പിന്നാലെ തന്നെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പടിയിൽ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. കൊല്ലം വിജി കോടതിയിൽ പത്മകുമാറിനെ ഹാജരാക്കും. എന്തായാലും SIT പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് കട്ടിളപ്പാളി കേസിൽ ബോർഡിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ്. കേസിൽ 8ാം പ്രതിയായി എ പത്മകുമാർ അധ്യക്ഷനായ 2019 ബോർഡിനെ പ്രതി ചേർത്തിട്ടുണ്ട്. ബോർഡിന്റെ അറിവോടെയാണ് പാളികൾ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൊടുത്തത് എന്നാണ് SIT തയ്യാറാക്കിയ FIRൽ വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ മുരാരി ബാബു ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ബോർഡ് തീരുമാനം എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. 2019 പത്മകുമാറിന്റെ സഹായികളായി നിന്ന മറ്റു ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോറ്റിക്ക് ശബരിമലയിൽ പത്മകുമാർ സർവ്വസ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആദ്യം അന്വേഷിച്ച ദേവസ്വം വിജിലൻസും ബോർഡിന്റെ പങ്ക് കണ്ടെത്തി. എന്തായാലും കട്ടിളപ്പാളി പോറ്റിക്ക് നൽകിയത് മുൻ ദേവസ്വം മന്ത്രിയുടെ അറിവോടെ എന്ന നിർണായക മൊഴി നൽകിയിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അന്നത്തെ മന്ത്രി. 2019 സ്വർണ്ണക്കൊള്ള കേസിലാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ്. സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് ബോർഡിന് മുന്നിലെത്തിയത്. സർക്കാർ അനുമതിയോടെയാണ് കട്ടിളപ്പാളികൾ കൊടുത്തു വിടുന്നതെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവതുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരെയാണ് അങ്ങ് ദൈവതുല്യ കണ്ടത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചിരി മാത്രമാണ് നൽകിയത്. എന്തായാലും കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് N വാസു റിമാൻഡിലാണ്. കേസിൽ 8ാം പ്രതിയായ പത്മകുമാർ അധ്യക്ഷനായ ബോർഡിനെയാണ് ചേർത്തിരുന്നത്. ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, A വിജയകുമാർ എന്നിവരെയും അറസ്റ്റ് ചെയ്തേക്കും. കഴിഞ്ഞ ദിവസം രാത്രിയോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സബ് ജയിലിൽ അടച്ചു. SIT കസ്റ്റഡിയിൽ വാങ്ങും ഇദ്ദേഹത്തെ. എന്തായാലും പലതവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന പത്മകുമാർ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് അന്ത്യശാസനം നൽകിയതോടെയാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനെത്തിയത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ADGP H വെങ്കിടേശ്വരന്റെ നേതൃത്വത്തിൽ 10:30യോടെയായിരുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. 3:30യോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു കൊല്ലത്ത് എത്തിച്ചത്. പോറ്റിക്ക് ഒത്താശ ചെയ്തതിൽ പത്മകുമാറിന് പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയത്. പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ അക്കൗണ്ട്, പണമിടപാട് വിവരങ്ങളും സാമ്പത്തിക സ്രോതസ്സും SIT കണ്ടെത്തിയിട്ടുണ്ട്. പോറ്റിയുമായി ആറന്മുളയിലെ വീട്ടിലും പലവട്ടം പത്മകുമാർ കൂടിക്കാഴ്ച നടത്തി. എന്തായാലും നേരത്തെ അറസ്റ്റിലായ 5 പേർ അവരുടെ എല്ലാ മൊഴികൾ പത്മകുമാറിന് എതിരായിട്ടാണ് വന്നിരിക്കുന്നത്. പോറ്റിയെ സഹായിക്കാൻ പത്മകുമാർ നിർബന്ധിച്ചതായി ബോർഡ് ഉദ്യോഗസ്ഥരും മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥർ നൽകിയ രേഖകൾ പ്രകാരമാണ് ബോർഡ് യോഗത്തിൽ കട്ടിള കൊടുത്തുവിടാൻ തീരുമാനിച്ചതെന്ന് പത്മകുമാർ പറയുന്നു. N വാസുവിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്.
എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത് പത്മകുമാർ സ്വർണ്ണപ്പാളി കേസിൽ കുറ്റം തെളിയുന്നതുവരെ കുറ്റാരോപിതൻ മാത്രമാണ് എന്നാണ്. എന്തിനാണ് ഇത്ര വെപ്രാളം എന്ന ചോദ്യവും MV ഗോവിന്ദൻ ഉയർത്തുന്നു. കുറ്റക്കാരനാണോ എന്ന് പറയുന്നത് കോടതിയാണ്. ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. അറസ്റ്റ് കൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ നയമാണ് അറസ്റ്റിലൂടെ വ്യക്തമായിരിക്കുന്നത്. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കും. അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് തീരുമാനം സർക്കാർ അറിവോടെയല്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. എന്തായാലും ഈ ഒരു കേസ് വളരെ നിർണായകമായി മാറുകയാണ്. ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണ സമയത്ത് വന്നിട്ടില്ല. ഇളക്കാൻ പറയാനും സ്വർണം പൂശാൻ പറയാനുമൊന്നും ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രതികരണം വരുന്നുണ്ട്. കൊള്ളയടിച്ചത് ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചെന്നാണ് VD സതീശൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. CPM ശബരിമല കൊള്ളയടിച്ചത് ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ N വാസുവിന് പിന്നാലെയാണ് പത്മകുമാറും ജയിലിലേക്ക് പോകുന്നത്. മുൻ ദേവസ്വം മന്ത്രിയാണ് SIT ഇനി ചോദ്യം ചെയ്യേണ്ടത്. കടകംപള്ളി സുരേന്ദ്രനും കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.